വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ മാരിവില്യൻ ഗോപുരങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് സിനിമയുടെ ഫുൾ ടീം തന്നെ നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് 1-2 പേരല്ലേ കിട്ടാറുള്ളൂ, എല്ലാവരും ഒരുമിച്ച് വെൽക്കം. ഹായ് ഗൈസ്, വെൽക്കം. അപ്പൊ നമുക്ക് സാറ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇങ്ങനെ ഒരു സബ്ജക്ട്, അതായത് ഇപ്പൊ ആക്ച്വലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് ഒക്കെ കുറച്ച് ആ ഒരു തോട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് റെലവെന്റ് ആയതുകൊണ്ടാണോ ഇങ്ങനെ ചൂസ് ചെയ്തത്? ഉറപ്പായിട്ടും നമ്മൾ ഇതെല്ലാവരുടെ അനുഭവങ്ങളാണ്. നമ്മളിത് പാക്കേജ് ചെയ്തിരിക്കുന്ന വളരെ ഫൺ എൻ്റർടൈനർ മോഡിലാണ്. ഇത് പറഞ്ഞു വെക്കുന്ന സബ്ജക്റ്റ് റെലവെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സബ്ജക്റ്റ് ചൂസ് ചെയ്തത് തന്നെ. ഇത് മെയിൻ തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഷെയർ ചെയ്ത കപ്പിൾസിനൊക്കെ ഇത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് തന്നെ ഒരു ഫുള്ളി ഒരു ഫൺ ഫീൽഡ് എൻ്റർടൈനർ സ്വഭാവത്തിൽ അതല്ല കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുക. എപ്പോഴും ഹ്യൂമറിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഹ്യൂമർ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണും, ഹ്യൂമറിന് റീച്ച് കൂടുതലാണ്. ഞാനൊരു ഹാർഡ് കോർ ചാർലി ചാപ്ലിൻ ഫാനാണ്. അപ്പോൾ എപ്പോഴും പറഞ്ഞു വെക്കുന്ന കാര്യം ഹ്യൂമറിലൂടെ പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. ആക്ച്വലി ഇതിൻ്റെ ഒരു കീ തോട്ട്, 2 ബ്രദേഴ്സിൻ്റെ അവരുടെ പാർട്ട്നേഴ്സ് അവർ ഒരുമിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആർക്കുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഒരു സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂമറും അവരുടെ ഗിവ് ആൻഡ് ടേക്കുകൾ, അതിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന അവരുടെ കുറേ റിയലൈസേഷൻസ്, അതൊക്കെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. വളരെ ഓർഗാനിക്കായിട്ട് സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഹ്യൂമർ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഏച്ച് കെട്ടിയ ഹ്യൂമറൊന്നുമില്ല. പിന്നെ ഇതൊരു മ്യൂസിക്കലാണ്. ഇറ്റ്സ് എ മൂവി അബൌട്ട് സെലിബ്രേഷൻ. ശരിക്കും ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ സെലിബ്രേഷൻ്റെ ഒരു മൂഡിലായിരുന്നില്ല. അങ്ങനെ ഒരു മൂഡിൽ ഉള്ളൊരു ചിത്രമാണ്. അപ്പോൾ ആഘോഷങ്ങളുടെ ഒരു ചിത്രം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് മാരിവില്ല്. മാരിവില്ലിൻ്റെ അപ്പുറം സന്തോഷമുള്ള എന്താ ഉള്ളത്? ആക്ച്വലി അതേ പാട്ട് തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാരിവില്ല് ആ സംഭവം അല്ലേ? ഉണ്ട്. അതേ സോങ്ങിൻ്റെ ഒരു വേർഷൻ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പല്ലവി മാത്രം ഉപയോഗിച്ചിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത പാട്ടാണ്. ഇപ്പോഴും ഞാൻ കാർ ഡ്രൈവിംഗ് സമയത്ത് എപ്പോഴും പ്ലേ ചെയ്യുന്ന ഒരു സോങ്ങാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. ശ്രുതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിനിമയുടെ സബ്ജക്റ്റ് അറിയാലോ, നമ്മളെല്ലാവരും തിങ്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സിൽ ഇടയ്ക്കെങ്കിലും ഓക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർ വിൻസിയും സർജാനും പറഞ്ഞു ബേബി ആവണമെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും പേഴ്സണലി? ഇപ്പൊ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞ? കുറച്ച് നാളല്ലേ? 8 കൊല്ലമായി. അപ്പൊ ഈ ഇടയ്ക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ടല്ലോ. എന്ത് അല്ല, നിങ്ങളുടെ കപ്പിൾ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഓർത്തു ഓക്കെ 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. സോ അല്ല, എന്തായിരുന്നു ചോദ്യം? അല്ല, പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ടോ കുട്ടികൾ വേണമെങ്കിൽ കല്യാണം കഴിക്കണോ വേണ്ടേന്നോ? ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് ഇറ്റ്സ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത്രേ ഉള്ളൂ. ഞാൻ 8 കൊല്ലമായി കല്യാണം കഴിച്ചു. വി ഡോണ്ട് വാണ്ട് ചിൽഡ്രൻ നൗ. സോ അങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഷെറിനാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഷെറിൻ്റെ ക്യാരക്ടറുമായിട്ട് ഇവിടെയും അവിടെയും ചെറിയ സാമ്യങ്ങളുണ്ട്. പക്ഷേ ആസ് എ സബ്ജക്റ്റ് ആസ് എ ഹോൾ ഐ തിങ്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ആരും പറഞ്ഞ മാതിരി തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഇന്ന് റെലവെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകണം ഒരു സിനിമ. ഓക്കെ. ഇന്ദ്രേട്ടാ, 24-ലെ പുതിയ മൂവി ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് മൂവി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? സിനിമ പറയുന്നത് അതാണല്ലോ. ലിവിങ് ടുഗദറിനെ കുറിച്ചുള്ള അഭിപ്രായം ലിവിങ് ടുഗദർ അല്ലേ? ഫൈറ്റിംഗ് ടുഗദർ നല്ല അഭിപ്രായം. തീർച്ചയായും അതിനുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ നിയമം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചു? അപ്പൊ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആണോ? അങ്ങനെയല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അല്ല, എല്ലാ ഐഡിയോളജീസിനെയും അക്സെപ്റ്റ് ചെയ്ത് എന്നാൽ അവരുടെ രീതിയിൽ ജീവിക്കാൻ വിടുക എന്നുള്ള തെറ്റുള്ള മനുഷ്യനാണ്. ക്യാരക്ടറിനെ പറ്റി പറഞ്ഞോളൂ. മീനാക്ഷി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു പുതിയ ലുക്കും പുതിയൊരു ആർക്കും ഉള്ളൊരു ക്യാരക്ടറാണ് മീനാക്ഷി. ഒരു വൈബ്രന്റ്, ഒരു കളർഫുൾ, എന്താ പറയുക, ഒരു ലേഡി ക്യാരക്ടറാണ്.
പിന്നെ ഇപ്പം എന്നെയും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എന്ന് പറയുക ഫോർ എക്സാമ്പിൾ എനിക്ക് മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി, അതായത് ഇപ്പം ലിവിങ് ടുഗദർ ഒക്കെ ആഗ്രഹം ഉണ്ടെന്ന് അതിനുള്ള ഗട്ട്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ മാരേജ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പറ്റാത്ത ഗട്ട്സ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആണ് മീനാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഷീ ഹാവ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ആൻഡ് എന്താ പറയാ, ഇനീഷ്യലി ഇതിപ്പോൾ കാണുമ്പം എല്ലാവർക്കും മീനാക്ഷിനെ ഓക്കെ എന്ന് വരണം എന്നില്ല, പക്ഷെ കഥ കണ്ട് വരുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു ലൈക്കബിലിറ്റി തോന്നും ഈ ക്യാരക്ടറിനോട്. ബബ്ലി, ഒരു എന്താ പറയുക, ഈസി ഗോയിങ് പെപ്പി ആയിട്ടുള്ള. പ്രഗ്നന്റ് ആയിട്ടുള്ള കുറെ സീൻസ് വരുന്നുണ്ടല്ലേ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ അങ്ങനത്തെ ഒരു? ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഭീമന്റെ വഴിയിൽ ചെറിയതും പിന്നെ ഒരു ആഡിലും ചെയ്തിട്ടുണ്ട്. മെറിബോയ് ഐസ്ക്രീം മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ആഡും ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ത്രൂ ആൻഡ് ഔട്ട് ഒരു പരിപാടി മാരിവിലൻ കുപ്പുര. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നൈസ് ആയിരുന്നു. ഇതില് പല സ്റ്റേജസ് കാണിക്കുന്നുണ്ട്, ഓരോ മാസങ്ങളിലും കാണിക്കുന്നുണ്ട്. അപ്പം വരുന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ത്രൂ ഔട്ട് ഒരു ജേർണി. അപ്പം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. കൂടുതൽ അതിനെ പറ്റിയൊന്നും പറയാനില്ല. ഓക്കെ, സർജാനോ പറഞ്ഞോളൂ. നമ്മള് അന്നത്തെ ഇന്റർവ്യൂ ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ ക്യാരക്ടറിനെ പറ്റി ജസ്റ്റ്. ഇതിൽ റോണി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. റോണി ഒരു ഷെഫാണ്. റോണിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും അറിയാം. ഈ ഫിക്സിങ്ങും പ്ലംബർ പണിയും എന്ത് യു നെയിം ഇറ്റ് ഹീൽ നോ ഇറ്റ്, ഹീൽ ഫിഗർ ഇറ്റ് ഔട്ട് സംഭവം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എല്ലായിടത്തും ഭയങ്കര സ്നേഹവും അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. സ്പെഷ്യലി ഒരു ഷെഫ് എന്നൊക്കെ പറയുന്ന പരിപാടി ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പഠിക്കാൻ പറ്റി അതിലൂടെ. ഇത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പഠിച്ചു പഠിക്കേണ്ട വന്നു. റോഡീസ് റെസ്റ്റോറന്റ്. അല്ല, പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, എല്ലാ ജോലിയിൽ അറിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് നമുക്ക് പെൺപിള്ളേർക്ക് കുറച്ച് അല്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, എല്ലാം അറിയെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. അതാ, ഇപ്പൊ ചായ ഇടണമെങ്കിൽ നമ്മൾ തന്നെ പോണെന്നില്ലല്ലോ അല്ലേ? ഷൂട്ട് കഴിഞ്ഞൊരു 3 പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. ബിരിയാണി, പൊറോട്ട ഒക്കെ പെൻഡിങ്ങാ, എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാണോ ബിരിയാണി ഉണ്ടാക്കിയത്? വിശ്വസിക്കാൻ പറ്റാത്ത നല്ലൊരു പ്രിപ്പറേഷൻ റോണിയുടെ ക്യാരക്ടറിലേക്ക് റോണി ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഷെഫ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് സീൻസ് ഒക്കെ ലൈവായിട്ട് നമ്മൾ സിനിമയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കണമെന്ന് സംവിധായകന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുക്ക് ചെയ്യാൻ വളരെ സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിൽ. ഓരോ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ സെൽഫ് പ്രിപ്പയർ ആവണമെന്ന് പറയുന്ന പോലെ ഇവിടുത്തെ പ്രിപ്പറേഷൻ കുക്കിങ്ങും അടുക്കളയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ അമ്മയുടെ നല്ല ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, എനിക്ക് നമ്മുടെ റൈറ്റർ പ്രമോദാറിന്റെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തന്നെ അവിടുത്തെ ഷെഫ് ഇങ്ങനെ കുറച്ചൊക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മള് ഒരാഴ്ച അവിടുത്തെ തൊഴിലാളിയായിരുന്നു. അതെ, അവിടെ വർക്ക് ചെയ്തു. അവിടുന്ന് കുറച്ച് പൊറോട്ടയൊക്കെ അടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും കഫേയിൽ ഷൂട്ട് ചെയ്ത ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞു തരായിരുന്നു എങ്ങനെ കട്ട് ചെയ്യണം അതൊക്കെ. സോ ഇറ്റ് വാസ് നൈസ്. നമ്മുടെ ഡിക്ക് പൊറോട്ട അടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയായിരുന്നു. ആദ്യം അടിച്ചപ്പോ ഒന്നും കിട്ടാതെയൊക്കെ പോയോ? ഓ പിന്നെ ഇത് ചെറിയ പരിപാടിയല്ല, അത് കണ്ടിട്ട് വിദ്യാജി പൊറോട്ട സോങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയില്. ഇല്ല, അത്രയും കഷ്ടപ്പെട്ടാണ് ഇതിലേക്ക് വന്നത് അല്ലേ? ഷൂട്ടിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? കൊച്ചി വാഗമണ്ണിൽ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തു, ബട്ട് പ്രിഡോമിനന്റ്ലി കൊച്ചി. ഓക്കെ, പിന്നെ അധികം വീടിന്റെ ചുറ്റുപാട് ആയതുകൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ ഒത്തിരി ഷിഫ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ല, ഉണ്ടായിരുന്നു. ആക്ച്വലി ചെറിയ ക്യാൻവാസിലല്ല, നല്ല വലിയ ക്യാൻവാസിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്രിഡോമിനന്റ്ലി ഷൂട്ട് മുഴുവനായിട്ട് നടന്നത് കൊച്ചിയിലാണെങ്കിലും ഒരു ദിവസം സോങ്ങിന് വേണ്ടി മാത്രമാണ് വാഗമണ്ണിൽ പോയിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി ലൂക്കയിൽ അതുപോലെ തന്നെയായിരുന്നു. ഞാൻ എൻറ്റയർ ഷൂട്ട് കൊച്ചിയിൽ ചെയ്തു, ഒരു ദിവസം മാത്രം വാഗമണിൽ പോയി ഷൂട്ട് ചെയ്തു. എന്താണ് ഇതിന് സംഭവം എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കുറേ സ്കേപ്പുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചിയിൽ ഷൂട്ട് ചെയ്തൊരു ഒതുങ്ങിയ സിനിമയായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പിന്നെ കാര്യം ഹ്യൂമർ ആണെങ്കിലും നമ്മളൊരു എന്താ പറയുന്നത്, ഒരു സാധാരണ സ്കിറ്റ് സ്വഭാവം ഫീൽ ചെയ്യിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമാറ്റിക് വേൾഡാണ്. അത് ഭയങ്കര ആർട്ടിസ്റ്റിക്കലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അതിന് വിഷ്വലി ആണെങ്കിലും മ്യൂസിക്കലിയൊക്കെ ആണെങ്കിലും സിനിമയുടെ കുറേ സങ്കേതങ്ങളുണ്ട്, ടൂൾസ് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവരുടെ ഒരു ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്തു.
ആ ലോകത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഓഡിയൻസിനെ വന്നിരിക്കാൻ. പിന്നെ കാണുമ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കണ്ടിരിക്കാൻ തോന്നുന്ന അങ്ങനത്തെ ഒരു ഫ്രെയിം ആയിട്ടാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പാട്ടാണെങ്കിൽ ചെറിയ ചെറിയ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ബിന്ദു ചേച്ചി ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ ഓക്കെ, അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് വിടാതെ അത് കണ്ടോണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു സെഗ്മെന്റിലേക്ക് ജസ്റ്റ് പോയാൽ എന്ത് സെഗ്മെന്റ് കോമ്പറ്റീഷൻ ആയിട്ടാണോ? അല്ല, ജസ്റ്റ് ചെറുതായിട്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആരോട് ചോദിക്കണം? ആദ്യം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ടോസ് ഉണ്ടോ? വേണ്ട, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോസ് ഇട്ടു സർജാനം. ഈ സിനിമ കഴിഞ്ഞപ്പോൾ വിൻസിയുടെ അടുത്ത് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്? എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വിൻസിയോട് ക്രഷ് ഉണ്ട്. ക്രഷ് അല്ല, എനിക്ക് ആ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചല്ലോ, നീ പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലോ മാത്രം എന്നുള്ള രീതിയിൽ, അല്ലാതെ ഞങ്ങൾ സെറ്റാവില്ല. ഞങ്ങൾ സെറ്റ് ആവില്ല, കഥാപാത്രത്തിനോട് തോന്നിയിട്ടുണ്ട്. ആ അതെ. മാറ്റണം എന്ന് ഓർത്തിട്ടും ഇപ്പോഴും ഉള്ളൊരു ഹാബിറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു സിനിമാ നടനായപ്പോൾ ഓക്കെ, ഇനി എനിക്ക് ആ ക്യാരക്ടർ ശരിയാവില്ല, കാരണം ഞാൻ കുറച്ച് പബ്ലിക്കായിട്ട് എല്ലാവരും അറിയുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ, പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല ആ ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു മാനറിസം. ക്യാരക്ടറിലൊന്നും മാറ്റണം തോന്നിയിട്ടില്ല, പുതിയതായിട്ടൊന്നും കൊണ്ടുവരണേ തോന്നിയിട്ടുള്ളൂ. മാറ്റാൻ അങ്ങനെ സിനിമയിൽ വന്നതിന് ശേഷം മാറ്റാനായിട്ട് ഒന്നുമില്ല. കുറച്ചുകൂടെ ഒന്ന് ഔട്ട് ഗോയിങ് ആവണമെന്ന് തോന്നിയിട്ടുണ്ട്, കുറച്ചുകൂടെ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ സോഷ്യലൈസ് ചെയ്യണം എന്ന് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ററാക്ട് ചെയ്യുന്നു. കുറച്ച് ഇൻട്രോവേർട്ട് ആണോ? അല്ല, എനിക്കൊന്ന് സിനിമയിൽ വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി, ഒന്ന് ഇൻട്രോവേർട്ട് ആയി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമാണല്ലോ ഇപ്പം. അപ്പോൾ ഞാനൊന്ന് എക്സ്ട്രോവേർട്ട് ആവാനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ടിപ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കാം. സാറിനോടാണോ ചോദിക്കുന്നത്? അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. എന്തെങ്കിലും ടിപ്പ്, ഒരു ടിപ്പ് ഏതെങ്കിലും പറഞ്ഞു കൊടുത്തതുണ്ടോ? വാ വീട്ടിലേക്ക് വന്ന് പറയും ഞാൻ. അതിടക്ക് പുറത്തിറങ്ങുന്നൊക്കെ പറയും. പുറത്തിറങ്ങാനോ? വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു? അല്ല, വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറയാറുണ്ട്. അതാവുമ്പോ രണ്ട് അതേ ഉള്ളൂ വിചാരം. അതെ, ഇത് മാറ്റം ചെയ്യാം, പുള്ളിക്ക് നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം. നല്ല ഫുഡ് തന്നെ ആണല്ലോ. എന്തിത്ര സംശയം? അന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ബിരിയാണി. ശരി, എന്നാ ഇവിടെ കുറെ പെൻഡിങ് ഉണ്ട്. ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ്, സ്വന്തം സിനിമകൾ, കുറെ സിനിമകൾ ചെയ്തല്ലോ. എല്ലാ ചോദ്യങ്ങളും സർജനായിയാണോ? അല്ല, ഇത് കഴിഞ്ഞ സെഗ്മെന്റിലേക്ക് വരും. ഇത് ഓരോരുത്തർക്ക് ഇത്ര സെഗ്മെന്റിലോട്ട് സെഗ്മെന്റ് ഇന്റർവ്യൂ ആണല്ലേ ഇത്? ഓക്കെ, സ്വന്തം സിനിമ കണ്ടിട്ട് ഏതെങ്കിലും സിനിമ ചെയ്ത് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയില്ല ഏതാ. ഓക്കെ, ഇനി വിൻസിയിലേക്കോ. അവാർഡ് കിട്ടിയതിന് ശേഷം റെമ്യൂണറേഷൻ ഞാൻ കൂട്ടിയിട്ടുണ്ട്. കുറച്ച്. ആണോ? അല്ല, അത് ആക്ച്വലി അവാർഡും നമ്മുടെ റെമ്യൂണറേഷനും തമ്മിൽ എന്തെങ്കിലും? അല്ല, എൻ്റെ ഒരു ബിലീഫിൽ അവാർഡ് കിട്ടുമ്പോൾ കുറച്ചൊന്ന് ഡിമാൻഡ് കൂടുന്നുള്ളതാണ് എൻ്റെ ഒരു ബിലീഫ്. അതുകൊണ്ട് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ച്. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു 4 പറയാം. അതിനകത്ത് എപ്പോഴും ഫ്രണ്ട്സ് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഭയങ്കര പിശിക്കുകയെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നന്മയോളിയാന്ന് പറയാറുണ്ട്. എന്ത് പറഞ്ഞാലും ഉടനെ വിശ്വസിച്ചോണം കേട്ടോ. ഇതിലേതാ പറയാറുള്ളത്? മൂന്നുമില്ല. അല്ല, അങ്ങനെ മൂന്നും പറയാറില്ല, വേറൊക്കെ പറയാറ്. അതായത് ഓപ്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓപ്ഷൻ മാത്രം ഉത്തരേ ഉള്ളൂ. അപ്പൊ ഞാനത് കണ്ടുപിടിക്കാൻ. ഇനി നെക്സ്റ്റ്, ഭാവി വരനെ പറ്റി 3 ക്വാളിറ്റീസ് പറയണം, പക്ഷെ ഞാൻ പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ലെറ്റർ മണ്ടനായിരിക്കണം, മാന്യനായിരിക്കണം, മാൻലി ആയിരിക്കണം, മാന്യനായിരിക്കണം, മാൻലി ആയിരിക്കണം, മനുഷ്യനായിരിക്കണം. കഴിഞ്ഞു. തേർഡോടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു മനുഷ്യരായിരിക്കണം. ഓക്കെ, രക്ഷപ്പെട്ടു, അവിടെ കഴിഞ്ഞോ? ഇനി ഇന്ദ്രേട്ടനാണ്. ഇന്ദ്രേട്ടൻ ഓക്കെ. പൂർണ്ണിമ ചേച്ചി ഡോണ്ട് ഡു ദിസ് എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എപ്പോഴും പറയാറുള്ളത്? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഡോണ്ട് ഡു ദിസ് അഗൈൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞാണോ? അല്ലല്ല, വളരെ ട്രൂ ആയിട്ട് ജെന്യുയിൻ ആയിട്ട് പറഞ്ഞത്. ആണോ? ഡോണ്ട് ഡു ദിസ് അഗൈൻ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാ മലയാളത്തിൽ പറഞ്ഞിട്ട്
അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരുമ്പോൾ പറയുന്നുള്ളൂ, അല്ലാതെ ഡോണ്ട് ഡു ദിസ് എവർ അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പാത്തുമായിട്ടും നച്ചുമായിട്ടൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രേട്ടൻ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ കുറേ തോട്ട്സ് മാറ്റാറുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ. അങ്ങനെ വന്നിട്ടില്ല ഓക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന് അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു കാര്യം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമില്ല. ബേസിക്കലി ഇന്നത്തെ യുവതലമുറ, അതായത് ഇന്നത്തെ ഈ ടീംസിലുള്ളവർ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ്. അവർക്ക് വേൾഡ് ഇസ് അറ്റ് ദ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്ത് കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വായിച്ചറിവും അല്ലെങ്കിൽ കണ്ടറിവും ഒക്കെ ഉള്ള ഒരു ജനറേഷനാണ്. അപ്പോൾ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ്. എന്തൊരു കാര്യത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമ്പോൾ വളരെ ഒരു ക്ലിയർ ഒപ്പീനിയൻ അവർക്കുണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുമ്പോൾ അവർ പലപ്പോഴും നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കൺവിൻസ് ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതൊരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഡെഫിനറ്റ്ലി വളരെ പ്രോഗ്രസീവ് ആണ് ഇന്നത്തെ തലമുറ. നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വേൾഡ് നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എവറിത്തിങ് ഇസ് അറ്റ് ഫിംഗർ ടിപ്സ്, ഫോണിലെല്ലാം അവൈലബിൾ ആണ്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയാണെങ്കിലും നക്ഷത്രയാണെങ്കിലും വളരെ ഒപ്പീനിയനായിട്ടുള്ള രണ്ട് കുട്ടികളാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ആസ് എ ഫാദർ എനിക്കുണ്ട്. അവരുടെ നിന്ന് കിട്ടുന്ന വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, അതായത് ആസ് എ ഫാദർ എന്നതിനേക്കാൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ് ടോക്ക്. ഫ്രണ്ട്സ് ആണ്, ഡെഫിനറ്റ്ലി ഫ്രണ്ട്ലി ആണ്. പക്ഷെ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് മാത്രം നിലനിൽക്കാൻ പറ്റില്ല. ചില സമയത്ത് കുറച്ച് ഫാദർലി ആവേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മിക്സ് ആയിട്ടാണ് പോകുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ടൂർ ഡെസ്റ്റിനേഷൻ ഏതാണ്? എപ്പോഴും ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അമേരിക്ക പോകും അടുത്ത ആഴ്ച. ടൂറാണോ അതോ ഷൂട്ടിംഗ് പോകാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? സോളോ ആയിരിക്കും, വിത്ത് ഫ്രണ്ട്സ് ഓർ പൂർണിമ ചേച്ചി? ഞാനിപ്പോൾ ഈ വർഷം സെപ്റ്റംബറിൽ എനിക്കൊരു ബൈക്ക് ടൂർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹിമാലയൻ സർക്യൂട്ട് ടൂർ. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ബൈക്സ് ഇവിടുന്ന് ചണ്ഡീഗറിലേക്ക് കയറ്റി വിട്ടിട്ട് ചണ്ഡീഗറിൽ നിന്ന് റൈഡ് ചെയ്യാനാണ് പരിപാടി. ചണ്ഡീഗർ, ജമ്മു, ശ്രീനഗർ, കാർഗിൽ, ദ്രാസ്, ലേ, അങ്ങനെ ഒരു 3-4 വർഷമായി പ്ലാനിങ് തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഈ വർഷം എന്തായാലും ചെയ്യുമെന്ന് എല്ലാവരും സെപ്റ്റംബറിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ബൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മല്ലികാമ്മയ്ക്ക് ബൈക്ക് യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ ഞാൻ കാർ ഓടിക്കുന്നതും പ്രശ്നമാണ് അമ്മയ്ക്ക്. കാറിൽ വരുമ്പോഴും അമ്മ പറയും സൂക്ഷിച്ച് വരണേ. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എടാ നീ നന്നായിട്ട് ഓടിക്കുമായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് എല്ലാ അമ്മമാരും പറയുന്നൊരു കാര്യമാണ്. ആ രീതിയിൽ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജനറലി വളരെ സേഫായിട്ട് വണ്ടി മെഷീൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഓവർ സ്പീഡിങ്ങോ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ കാർ ഓടിക്കുകയാണെങ്കിലും ബൈക്ക് ഓടിക്കുകയാണെങ്കിലും വളരെ സേഫായിട്ട് റോഡ് റൂൾസ് പാലിച്ച് ഓടിക്കുന്ന ഒരാളാണ്. ഇത്രയും നാള്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇല്ലേ, ഇപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതിന് ബിഹൈൻഡ് അതിന് പറഞ്ഞ സീക്രട്ട് എന്നാണ്? ഒന്നുമില്ല. അക്സെപ്റ്റ് ദി അതർ പേഴ്സൺ ഓൾസോ ആസ് വാട്ട് ദേ ആർ. ഞാനിപ്പോൾ നേരത്തെ ഒരു അഭിമുഖത്തിലും പറഞ്ഞു, ലിവിങ് ആൻഡ് ലെറ്റ് ലിവിങ്. അതിലാണ് ദാറ്റ് ഇസ് എ സീക്രട്ട് ഓഫ് എ റിലേഷൻഷിപ്പ്. നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറെ ആ വ്യക്തി എന്താണോ അങ്ങനെ തന്നെ അംഗീകരിച്ച് അവരെ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക. ആൻഡ് യു ലിവ് യുവർ ലൈഫ് ഓൾസോ. അറ്റ് ദ സെയിം ടൈം ഒരുമിച്ച് നമ്മളൊരു വീട്ടിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ചെറിയ ചെറിയ കോംപ്രമൈസുകൾ വേണം. അതിനൊക്കെ തയ്യാറായി മറ്റേയാളെ അയാളായിട്ട് തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ ഒരു വലിയ അളവ് വരെ റിലേഷൻഷിപ്സ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. ഈ പൊസസീവ്നെസ് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ അത്ര ഓവർ പൊസസീവ്നെസ് ഇസ് എ പാർട്ട് ഓഫ് ലവ്. അപ്പോൾ അതെല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ബിയോണ്ട് ഒരു പോയിന്റ് വരുമ്പോഴാണ് നമുക്ക് ഒരു ശ്വാസം മുട്ടലിന്റെ ലെവലിലേക്ക് വരുന്നത്, ടോക്സിക്കായി മാറുന്നത്. ആ ഒരു സ്പേസിലേക്ക് എത്താൻ നോക്കേണ്ടത് എല്ലാവരുടെയും റിലേഷൻഷിപ്സിലുള്ളവരുടെ തന്നെ ജോലിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. എക്സാക്ട്ലി. രാജുചേട്ടൻ ഒരു ഷോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നന്ദനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നവി ചേച്ചി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ. അപ്പൊ അങ്ങനെ പേഴ്സണലി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആരെങ്കിലും ഉണ്ടോ സെലിബ്രിറ്റി? ഒരുപാട് പേര്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എല്ലാവരോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്ക് അരുണിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ഞാനും അരുണും ഈ പടം തുടങ്ങിയ സമയം തൊട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീൻസിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വഴക്കടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ആ ഒരു ഡിസ്കഷനും ആ ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം എൻ്റെ ബിഗിനിങ് ഓഫ് ദ കരിയർ തൊട്ട് മറ്റ് ആക്ടേഴ്സോടൊപ്പം, മറ്റ് റൈറ്റേഴ്സിനോടൊപ്പം, മറ്റ് ഡയറക്ടേഴ്സിനോടൊപ്പം. അപ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് എൻ്റെ മാത്രം ഇതായിട്ട് ഞാൻ പറയില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് ആൻഡ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരുടെയും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കഥാപാത്രം നന്നാവുന്നതും ഒരു സിനിമ നന്നാവുന്നതും. ഞാനെപ്പോഴും അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഓക്കെ. ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് എന്തായിരുന്നു? നമ്മൾ വരില്ല ഓക്കെ ആ ഒരു മൊമെന്റിലാണ് ഞാനത് റിയലൈസ് ചെയ്തത് എന്ന് പറയുന്ന എന്തെങ്കിലും ഈ അടുത്ത്? അല്ല, അങ്ങനെ എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഓരോ തിരിച്ചറിവുകൾ. നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ആണല്ലോ നമ്മളെ ഓരോ തിരിച്ചറിവുകൾ ചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയാൻ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നില്ല. ബട്ട് ഓവർ ദ ലൈഫ് നമ്മൾ ഇപ്പം നമ്മൾ 20s ആളല്ല 30s ഉള്ള ആളല്ല 40s. ഓരോ റിയലൈസേഷൻസിലൂടെയാണ് നമ്മൾ ആസ് എ പേഴ്സൺ വളരുന്നതും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു 20 years ഇൻ സിനിമ അല്ലെങ്കിൽ 21 years ഇൻ സിനിമ
അന്നത്തെ ഒരു ഇന്ദ്രജിത്ത് അല്ല ഇന്നത്തെ ഇന്ദ്രജിത്ത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടായി ട്രാൻസ്ഫോം ചെയ്താണ് ഞാൻ ഇന്നത്തെ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നത്. ശരികളുണ്ട്, തെറ്റുകളുണ്ട്, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്തി അങ്ങനെയാണല്ലോ എല്ലാ വിജ്ഞാനം മാത്രമല്ല എല്ലാവരും അങ്ങനെയല്ലേ അങ്ങനെയുള്ള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇന്ദ്രേട്ടൻ പറയില്ല എന്ന് എനിക്കറിയാം. അതെന്താണെന്നറിയോ, ഞാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ ഇന്ദ്രജിത്ത് സുകുമാർ അടിച്ചു തുടങ്ങിയപ്പോ തന്നെ അതിൽ കുറെ പേര് സെർച്ച് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചേട്ടന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നെറ്റ് വർത്ത് എത്രയാന്നുള്ളത്. നെറ്റ് വർക്കല്ല, ഞാനോർത്തു ആളുകൾക്ക് ഇതറിയാൻ എന്ത് ഇത്ര ക്യൂരിയോസിറ്റി എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവരുടെ 3 പേരോട് നോക്കിയിട്ട് ഞാനത് കണ്ടില്ല കേട്ടോ. ഇന്ദ്രേട്ടൻ അറിയാമായിരുന്നു ഏജ്, വിൻസിയുടെ ഏജ് ഫോട്ടോസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവരെല്ലാവരും ഇപ്പൊ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഉണ്ടെന്നുണ്ടെങ്കിൽ മാരേജ് ഫോട്ടോസ് അങ്ങനെയൊക്കെയാ വരുന്നത്. പക്ഷെ ഇന്ദ്രേട്ടന്റെ ഫസ്റ്റ് നോക്കിയപ്പോ തന്നെ നെറ്റ്വർക്ക് ആവണ്ടേ, എന്തായാലും പറയില്ല എന്ന് അറിയണമല്ലോ. ഞാൻ വേറെ ക്വസ്റ്റ്യൻ, എനിക്കിപ്പോ നെറ്റ്വർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണോ ഇന്നത്തെ നെറ്റ്വർക്ക് ഇത്രയുണ്ട്. അങ്ങനെയില്ല. ഞാൻ വളരെ അങ്ങനെ ഭയങ്കര ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായി ഭയങ്കര ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളല്ല. പ്രോബബ്ലി ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ച് തുടങ്ങണമായിരിക്കും. പക്ഷെ ഇതുവരെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഐ ജസ്റ്റ് ഡൺ മൈ വർക്ക്, ഐ മേഡ് മണി ഔട്ട് ഓഫ് മൈ വർക്ക് ആൻഡ് ഐ ലിവ്ഡ് ഹാപ്പിലി. ഞാൻ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ കണ്ടന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് ഇപ്പോൾ എന്തുണ്ടോ പ്രസന്റിൽ എന്തുണ്ടോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് വന്നെത്തുന്നത് ഓരോ ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതുന്ന ഒരാളാണ്. സോ ആ രീതിയിൽ അങ്ങനെ ഭയങ്കര നെറ്റ് വർത്ത് എന്ന് പറയാൻ മാത്രം. ഞാനിപ്പോൾ എൻ്റെ ഒരു പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. 2019 തുടങ്ങിയാണ്. ഇടയ്ക്ക് കൊറോണ വന്ന് ഒരു 1.5 ഇയേഴ്സോളം കൊച്ചി തന്നെയാണ്, മരടി തന്നെയാണ്. അത് ഇപ്പം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ പ്രോബബ്ലി ഏപ്രിലിൽ പാല് കാച്ചിൽ കയറാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫൈനൽ ഫേസിലാണ് വർക്കിൻ്റെ. സോ അതാണ് എൻ്റെ ഒരു നെറ്റ്വർക്ക്. പിന്നെ എനിക്കൊരു കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നെറ്റ്വർക്ക്. അല്ലാതെ ഭയങ്കര ലോകമെമ്പാടും ഇൻവെസ്റ്റ്മെന്റ്സും റിയൽ എസ്റ്റേറ്റ്സും അതൊക്കെ ഇനിയും അങ്ങോട്ട് ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സമയമായിരിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്നാ പിന്നെ ഗൂഗിളിൽ നോക്കാറുണ്ടോ അങ്ങനെ നെറ്റ്വർത്തോ ഗൂഗിളിൽ ഞാൻ നോക്കിയിട്ടുള്ള സമയം നമ്മളെ അല്ല ലേറ്റസ്റ്റ് ഫിലിം എത്രയായിരുന്നു അല്ലെങ്കിൽ എത്ര സിനിമയായെന്നൊക്കെ ചിലർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗൂഗിൾ എടുത്ത് നോക്കുക എത്ര സിനിമയായിരുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അല്ല ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ എടുത്ത് ഞാൻ എന്നെ കുറിച്ച് തന്നെ നോക്കാറില്ല. അല്ല നമുക്കൊരു സന്തോഷമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, പേര് ഗൂഗിളിലൊക്കെ വരുന്നു എന്നുള്ളത് സാധാരണ ആളുകളുടെ കാര്യം. ഡേറ്റ് ക്ലാഷ് കാരണം ഒരു ക്യാരക്ടർ വന്നു, അത് പോയി, മിസ്സായി പോയി, വേറൊരു സെലിബ്രിറ്റി അത് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല. ഓക്കെ. ചെയ്ത സിനിമകളിൽ ഏതെങ്കിലും കഥാപാത്രം സ്വന്തം ശ്രുതി എന്നുള്ള ആ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരെണ്ണം? ഐ തിങ്ക് ഏറ്റവും ക്ലോസസ്റ്റ് ഷെറിനായിരിക്കും. ഓക്കെ. പക്ഷെ ഷെറിനും ഷെറിൻ്റെതായിട്ടുള്ള എക്സെൻട്രിസിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ക്ലോസസ്റ്റ് എന്ന് പറയാൻ ഷെറിനായിരിക്കും. ഓക്കെ. ഈ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞ ഏതെങ്കിലും ഒരു കള്ളം പൊക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കള്ളം പൊക്കിയിട്ടുണ്ട്? ഇല്ല. കള്ളം പറയാറുണ്ട്? കള്ളൊക്കെ പറയാറുണ്ട്. ഇല്ല, അത് ഫ്രാൻസിസിന് അറിയാം. എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ഒരു ചെറിയൊരു കാര്യം അതാണ്. അത് വേറൊരു ഇന്റർവ്യൂവിൽ ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേഴ്സണാലിറ്റിയിലുള്ളതാണ് കള്ളം പറയുന്നതോ? അല്ല, അതെ, അത് കോമഡി ആയിരുന്നില്ല. അപ്പൊ എത്ര കള്ളം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഇല്ലില്ല, അങ്ങനെയല്ല. ഫ്രാൻസ് ഇത് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വെൻ വി സ്റ്റാർട്ടഡ് ഡേറ്റിംഗ് ആ ഒരു സമയത്ത്, സോ ഐ വാസ് 17 സംതിങ്. അപ്പോൾ ഫ്രാൻസ് എന്തോ വി ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ അല്ലേ. അപ്പോൾ ഫ്രാൻസ് ചോദിച്ചു, അപ്പോൾ അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛനും അമ്മയും പണ്ട് എവിടെയോ പുറത്തായിരുന്നു. സോ ദെൻ വെറുതെ ഞാൻ പറഞ്ഞു അച്ഛൻ ആർമിയിലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് തിരുത്താൻ ഞാൻ മറന്നു. സോ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ ഈ കള്ളം ഞാൻ തിരുത്താൻ മറന്നു. എന്നിട്ട് ഞാൻ മറന്നു, ഇത് ഞാൻ പറഞ്ഞു എന്ന് പോലും ഞാൻ മറന്നു. എന്നിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഫ്രാൻസ് അച്ഛനെ മീറ്റ് ചെയ്തപ്പോൾ ഫ്രാൻസ് ചോദിച്ചു അങ്കിളാ, ഹി വാണ്ട് ടു ക്രിയേറ്റ് എ വെരി ഗുഡ് ഇംപ്രഷൻ. അപ്പോൾ അച്ഛൻ ഞാനൊരു സല്യൂട്ട് അടിച്ചു. അപ്പോൾ ഐ ഫോർഗോട്ട് ഇറ്റ്. ഫ്രാൻസ് അച്ഛനെ കണ്ടോണം. അങ്ങനെ ചേർന്നു. പക്ഷെ വലിയ കള്ളങ്ങളൊന്നും പറയാറില്ല. ഇല്ല, ഇപ്പൊ അത് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു കള്ളം പറഞ്ഞിരുന്നു, അത് ഞാൻ മറന്നു. ബട്ട് സോറി. ഓക്കെ, കറക്റ്റ് ഞാൻ മറന്നു പോയതുകൊണ്ട് സംഭവിച്ചത്, സാരമില്ല. അല്ല, പിന്നെ വേറൊരു കാര്യം എന്താ, നമ്മൾ ഡേറ്റ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല. എന്റെ ദൈവം,
ചിത്രയ്ക്ക് എത്ര കാര്യമായിട്ട് പറഞ്ഞ അങ്ങനല്ല ഇപ്പൊ ഉള്ള കാര്യം പറഞ്ഞ കേട്ടോ. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറയണം. അതല്ലെങ്കിൽ ഇപ്പൊ അയ്യോ ഇല്ല, ദിസ് ഇസ് മൈ ഐഡിയ വെരി ബാഡ് ഹ്യൂമർ, അത്രേ ഉള്ളൂ. അല്ലാതെ കള്ളം പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. എന്റെ മനസ്സിൽ ഇത് ഭയങ്കര കോമിക്കലാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ സത്യം. ഇപ്പൊ ലൈഫിലേക്ക് പുറകിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം എഡിറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാൻ? ഇല്ല. ഹാപ്പിയാണ്. എന്റെ പാസ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ 3 സിനിമകളും റിലേഷൻഷിപ്പ് ഡ്രാമാസ് മാത്രം വർക്ക് ചെയ്ത ആളാണ്. ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഡീൽ വിത്ത് ദ റിലേഷൻഷിപ്പ്, ഐ മീൻ കമ്മ്യൂണിക്കേഷനും കപ്പിൾസ് കമ്മ്യൂണിക്കേഷൻസും. ഇപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകളെല്ലാം ഇങ്ങനത്തെ കപ്പിൾ സ്റ്റോറീസാണ്, ഹ്യൂമൻ സ്റ്റോറീസാണ്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പം ഫ്രാൻസിസും ശ്രുതിയായിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു, പൂർണ്ണമായ ഇന്ദ്രജിത്തുമായിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു, വിൻസി പറഞ്ഞു. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ. താങ്ക് യു. ഓക്കെ സർ, സിനിമ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനുള്ള ഒരു സംഭവമാണെന്നാണോ, അതോ അതിനൊരു മെസ്സേജ്, നമ്മളെ സൊസൈറ്റീനെ ഒരു രീതിയിലെങ്കിലും അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു മാധ്യമം തന്നെയാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് സാറിന് പേഴ്സണലി? സിനിമ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കാലാകാലങ്ങളിൽ സിനിമയുടെ ഹിസ്റ്ററി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഹിറ്റ്ലറിനെ പറ്റി വരെ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഒരു ലെനി റീഫൻസ്റ്റൽ പോലെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ചെയ്ത സീരീസ് ഓഫ് ഡോക്യുമെൻ്ററീസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററെ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ എന്ന് കരുതി നമ്മൾ പൊളിറ്റിക്കലാവാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം സിനിമ അതിലൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു ലെയറായിട്ട് ഇത് കിടക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തുന്നത് ഡിഫറെൻ്റ്. പക്ഷേ ഒരിക്കലും ഈ സിനിമയുടെ ടൂൾസ് വളരെ കോംപ്ലിക്കേറ്റഡ്. ഒരു ലോ ആംഗിൾ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറോയിക് ആക്കും തീർച്ചയായിട്ടും. ഒരു വ്യക്തി നമ്മൾ കാണിക്കുന്ന ഏതൊരു ആർട്ടിസ്റ്റിനെ ഹീറോയിക് ആക്കും. പക്ഷേ ആ ലോ ആംഗിളിനൊരു പെർപ്പസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നറേറ്റീവായിട്ട് ചേരുന്ന ഒരു പെർപ്പസ് ഉണ്ടായിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനറലി സിനിമേനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് സിനിമ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല. സിനിമ ഈസ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു 2 hours ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കഥകളും ഡെവലപ്പ് ചെയ്ത് ഈ ലൂക്കിയാണെങ്കിലും മിണ്ടിയും പറഞ്ഞാണെങ്കിലും ഇത് ഇവോൾവ് ചെയ്താണെങ്കിലും എനിക്കുണ്ടായിട്ടുള്ള ഏതോ ഒരു ചെറിയ എക്സ്പീരിയൻസ് അത് ഞാൻ പ്രമോദിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. എൻ്റെ തിരക്കഥാകൃത്ത് പ്രമോദ് അതിനൊരു തിരക്കഥയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനപ്പുറം ഇതൊരു ആൾക്കാർക്ക് എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അവരെ ഈ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നേരം കൊണ്ടുപോയി ഇരുത്തുക. മെസ്സേജ് ഇംപ്ലാന്റ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കണം എന്നുള്ളത്. കണ്ടാസ്വദിക്കാൻ ഉള്ള ഒരു സംഭവമായിരിക്കണം എന്നാണ് കൂടുതൽ ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മളെ ആളുകൾക്കാണെങ്കിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ എന്നെയും കൂടെ വെച്ചാൽ പറയുന്നത് ഓക്കെ ഈ സിനിമ OTT ഇറങ്ങുമ്പോൾ കണ്ടാലും ഓക്കെ ആണ്, പക്ഷെ ഈ സിനിമ എന്തായാലും മാസ് പടമാണ്, തിയേറ്ററിൽ പോയി കാണണം, അങ്ങനെ ഒരു തോട്ട് വരും. ഈ ആളുകളുടെ ഈ ഒരു ചിന്താഗതിയോട് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ? നമ്മുടെ പ്രേക്ഷകരെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. നല്ല സിനിമ, എൻഗേജ് ചെയ്യിക്കുന്ന സിനിമ, അത് ആൾക്കാർ സ്വീകരിക്കും, ഒരു ഡൗട്ടും വേണ്ട. അത് OTT കണ്ടന്റെന്നോ സാറ്റലൈറ്റ് ടെലിവിഷൻ കണ്ടന്റെന്നോ തിയേറ്റർ കണ്ടന്റെന്നോ ഇല്ല. ആ കോണ്ടന്റ് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ആ ഒരു ഇമോഷണലി കണക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യും. അത് ഇന്ന ജോണർ മാത്രമേ വർക്കാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലൂക്ക ഒരു ട്രാജഡി ആയിരുന്നു. ലൂക്ക വർക്ക് വെൽ, അത് ആൾക്കാർ സ്വീകരിച്ചു. ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ജോണേഴ്സ്, ആൾക്കാർക്ക് അത് ഓഡിയൻസ് കാണുമ്പോൾ അത് അവരെ പിടിച്ചിരുത്തുന്നുണ്ട്, അവരെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ വർക്കാകും. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇതിൽ വിദ്യാജിയുടെ മ്യൂസിക്കാണ്. അത് ഈ സിനിമയിലെ എത്രത്തോളം ഒരു എൻജോയ്മെൻ്റ് ആക്കാനോ, അല്ലെങ്കിൽ വിദ്യാജിയുടെ മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനിലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു ഹാർഡ് കോർ വിദ്യാജി ആരാധകനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും എസ്പെഷ്യലി വിദ്യാജിയുടെ വളരെ പൊയറ്റിക്കലായിട്ടുള്ള സോങ്സ് റിപ്പീറ്റായിട്ട് കേൾക്കുന്ന ആളാണ്. രാവിലത്തെ എൻ്റെ അലാം ടോൺ തന്നെ ആരോ വിരൽ മീട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടുകൾ ആര്യവില്ലും ഗോപുരങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ വളരെ സർപ്രൈസിങ് ആയിരുന്നു. ഞാനിങ്ങനെ ഒരു ജോണർ, ഒരു അർബൻ ഡ്രാമ കൊച്ചിയിൽ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മ്യൂസിക് കമ്പോസർ ആരായിരിക്കും എന്ന് കോക്കേഴ്സാണ് പ്രൊഡ്യൂസേഴ്സ്.
അവിടെ ഇരുന്ന് സംസാരിക്കുക. ഡെഫിനറ്റ്ലി സിയാദ് കോക്കസ് ഫിലിംസിന് വിദ്യാജിയായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് വിദ്യാജിയായിട്ട് വർക്ക് ചെയ്യാനുള്ളത്. സെക്കൻഡ്ലി ഞാൻ എന്തുകൊണ്ട് ഇത് ഓപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ നമ്മളൊരു അർബൻ ഡ്രാമ എപ്പം ആരോട് ഷെയർ ചെയ്താലും നമ്മുടെ മനസ്സിൽ പോകുന്ന ട്യൂൺസ്, മറ്റേ അക്കോസ്റ്റിക് ഗിറ്റാർസ്, ഒരു ടിപ്പിക്കൽ ട്യൂൺ പാറ്റേൺ ഉണ്ട്. വിദ്യാജിയിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനം കിട്ടുന്നത് എനിക്ക് കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ട്യൂൺസ് കിട്ടുന്നത് എനിക്കറിയാം. ഉദാഹരണത്തിന് ഇതിനകത്ത് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഷെഹനായി യൂസ് ചെയ്തിട്ടുണ്ട്, ഘടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂഷ്വലി നമ്മൾ കേൾക്കുന്നതല്ല അർബൻ ഡ്രാമകളിൽ. അപ്പോൾ വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു ഓഡിയോ സ്കേപ്പ് ഈ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്ന അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി, വർക്കിംഗ് രീതിയിൽ ഇപ്പോൾ നമ്മൾ 3 ദിവസം നമ്മളെല്ലാവരും ഇപ്പം യൂഷ്വലി ഒരു കമ്പോസറുടെ അടുത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ പോയിരുന്ന് പ്രോഗ്രാം ചെയ്ത് ഐശ്വര്യല്ലേ ചെയ്ത്, ഇതിൽ നിന്ന് മാറി വിദ്യാജിയുടെ ഒപ്പം ഇരുന്ന്, വിദ്യാജി ഹാർമോണി ആയിട്ടിരിക്കുന്നു, ഞാൻ പ്രമോദ് റൈറ്റർ, സിയാദുക്ക, വിനായക് ശശികുമാർ ലിറിസിസ്റ്റ്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. അതേ ഒരു 3 ദിവസം കൊണ്ട് 4 പാട്ടുകളുടെയും പല്ലവി, അന്യപല്ലവി, ചരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ക്വിക്ക് റെസ്പോൺസാണ് അവിടെ. വിദ്യാജി ഒരു ട്യൂൺ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, എല്ലാവരുടെയും മുഖത്തുള്ള റെസ്പോൺസ് കറക്റ്റാണെങ്കിൽ ആ മൂഡിനത് സെറ്റാണെന്നുള്ള കറക്റ്റാണ്. അത് ലിറ്ററലി ഇത് ഓഡിയൻസിൻ്റെ കണക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവും കുറച്ചും കൂടെ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിദ്യാജിയുടെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് വിദ്യാജിന് മുമ്പ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിദ്യാജി സംഗീതം നൽകിയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിദ്യാജി ഈണം നൽകിയൊരു ഗാനത്തിൽ അഭിനയിക്കാനുള്ളൊരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയിലൊക്കെ വിദ്യാജി സംഗീതം നൽകിയിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ ഞാൻ ക്യാരക്ടർ ആക്ടറായിട്ടും വില്ലനായിട്ടൊക്കെ അഭിനയിച്ച സിനിമകളാണ്. അപ്പോൾ അതിലൊന്നും വിദ്യാജിയുടെ ഒരു പാട്ടിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഒരിക്കൽ ഓൾമോസ്റ്റ് അതായി. കാരണം നമ്മൾ തമ്മിൽ നിന്നുള്ള സിനിമ ബിഗിനിങ് ഓഫ് ദി കരിയറിൽ ഞാനും പൃഥ്വിയും ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ സിനിമയുടെ സംഗീത സംവിധായകൻ വിദ്യാജിയായിരുന്നു. അതിനുവേണ്ടി വിദ്യാജി സോങ്സ് കമ്പോസ് ചെയ്തു. പക്ഷെ പിന്നീട് ആ സിനിമ ഡിലേഡ് ആയി പോവുകയും പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് അത് ജയചന്ദ്രൻ ചേട്ടനാണ് പിന്നെ ആ സിനിമ ആ സോങ്സ് വീണ്ടും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിസ്സായി പോയി. അങ്ങനെ ഇത്രയും കൊല്ലത്തിന് ശേഷം ആഫ്റ്റർ എനിക്കിത് 2002 ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പം 22 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വിദ്യാജിയുടെ ഈണത്തിൽ ഒരു സിനിമയുടെ ഗാനത്തിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. കാരണം അതിനകത്ത് ആ എസ്പെഷ്യലി പോകാതെ എന്നുള്ള ഗാനത്തിൽ അതിൻ്റെ ലിറിക്സ് ഒക്കെ ഞങ്ങൾ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സോങ്സ് കുറവാണല്ലോ. ഇപ്പോൾ കൂടുതലും സിറ്റുവേഷൻ മൊണ്ടാജ് സോങ്സ് ആണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷം വീണ്ടും ലിപ്പ് കൊടുത്ത് അഭിനയിക്കുക. ശ്രുതി അത്ര സന്തോഷമായിരുന്നില്ല. ശ്രുതി ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ശ്രുതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ. ആൻഡ് ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് സെയിം. അപ്പോൾ ഇന്ദ്രേട്ടന് ഭയങ്കര സിമ്പിളാണ് ഇതൊക്കെ. ജയസൂര്യൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം പെട്ടെന്ന് പഠിക്കും. പഠിക്കുന്ന മാത്രമല്ല, നമ്മളിപ്പോ ഒരു സ്ലോ മോഷൻ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഐ മീൻ ദ എക്സ്പീരിയൻസ് റൈറ്റ് യു ഹാവ്. പിന്നെ ആ ഓഡിയോ നമ്മൾ ആ സ്പീഡിൽ പ്ലേ ചെയ്യും. ആ സ്പീഡിൽ നമ്മൾ ലിപ്പ് കൊടുക്കണം. എന്നാൽ നമ്മുടെ ഇമോഷൻ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് സംഭവം. അപ്പൊ ഏതായാലും ആ സോങ്ങിൽ അഭിനയിക്കാൻ പറ്റി. സോ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത്രയും കൊല്ലത്തിന് ശേഷമാണ് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് എനിക്കിപ്പം ഇന്ദ്രേട്ടൻ പറയുമ്പോഴാണ് ഞാൻ ആലോചിച്ച്, ഇന്ദ്രേട്ടന് 21 ഇയേഴ്സ് എടുത്തു നിൽക്കണം. നമ്മൾ വെരി ലക്കി. സോളമന്റെ തേനീച്ചകളിൽ പഞ്ചാരക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൽ ചെയ്യാൻ പറ്റി. എന്റെ എഗെയിൻ മാരിവിലും ചെയ്യാൻ പറ്റി. സോ ഹാപ്പി സോ ലക്കി. സോളമന്റെ തേനീച്ച. എനിക്ക് ഇങ്ങനെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടറിന്റെ ചെയ്ത വർക്കിൽ പാട്ടാൻ പറ്റി തന്നെ ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട്. ബുദ്ധിമുട്ടിയോ ലിപ്പ് സിങ്ക് ചെയ്യാനായിട്ട്? ചെറുതായിട്ട്, നന്നായിട്ട് ഇല്ല. ബട്ട് ഓവറോൾ ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം നമ്മളൊരു പുതിയ സംഭവം ട്രൈ ചെയ്യുന്നത് ഓൾവേസ് എക്സൈറ്റിംഗ് ആണല്ലോ. പക്ഷെ പാടി അഭിനയിക്കുന്ന ഗാനങ്ങളൊക്കെ കുറവാണ്. പണ്ട് വിദ്യാർത്ഥി പഴയ സോങ്സ് ഒരുപാടാണ്. ഇപ്പം ഈ സമാധാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാ സോങ്സും പാടി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സോങ്സ് നമുക്ക് വീണ്ടും വലിയ കാലയളവിന് ശേഷം കിട്ടിയപ്പോൾ വൈ ഡോണ്ട് വി ട്രൈ ദാറ്റ് പോസിബിലിറ്റി എന്നുള്ളത് അരുണായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ സത്യത്തിൽ നമ്മള് ഇന്നത്തെ കണ്ടംപററി സിനിമകളുടെ ഫോർമാറ്റ് കുറച്ച് ബാക്കിൽ ഉള്ള സിനിമകളുടെ ഫോർമാറ്റ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ ബാക്ക് സ്റ്റേജ് ഡാൻസേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രൊഫഷൻ അവർക്ക് കൊടുക്കുന്ന ഇൻകം കിട്ടുന്ന ഒരു പ്രൊഫഷൻ തന്നെയായിരുന്നു. എന്തുകൊണ്ട് മമ്മമിയ പോലൊരു സിനിമ ഇവിടെ നമുക്ക് ട്രൈ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഒരു എൻറ്റയർലി മ്യൂസിക്കൽ ഒരു സാധനം ട്രൈ ചെയ്തുകൂടാ? ഞാൻ അതിനൊക്കെ ഓണാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഇന്നത്തെ കണ്ടംപററി ഫോർമാറ്റും പഴയൊരു
ഫിലിം മേക്കിംഗ് ശൈലിയും കൂടി ഇത് ആക്ച്വലി ബ്ലെൻഡ് ചെയ്താൽ കിട്ടുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് മാരിവിൽ. അപ്പോൾ നമ്മുടെ ഈ കുടുംബം കംപ്ലീറ്റ് February 16 തിയേറ്ററുകളിലേക്ക് വരികയാണ് അല്ലേ? ഓക്കെ, സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച്? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതിലൊരെണ്ണം പറയും. ആഫ്റ്റർ രേഖ പത്മിനി ചെയ്യുന്ന കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയൊരു ലീഡ് ക്യാരക്ടറാണ് മാരിവിൽ. ആക്ച്വലി 4 പേരുടെ 24 ഇറങ്ങുന്ന ആദ്യത്തെ മൂവി തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ അപ്പൊ എനിക്ക് പേഴ്സണലി ഇതൊരു ഹോപ്പാണ്. ഞാൻ അരുണേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. കാരണം ഈ ഇതുവരെ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടുപിടിക്കുമ്പം അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? ഈ ഒരു കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മിക്സഡ് ഇമോഷനിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇത് നല്ല രീതിയിൽ വർക്കാവണം. ആ ഒരു ഹോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ക്യാരക്ടേഴ്സ്, എല്ലാവരുടെ ക്യാരക്ടേഴ്സും ഈ ഒരു പറയുന്ന ആശയവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കെമിസ്ട്രിയും എല്ലാം കണ്ട് ഒരു ഫാമിലി റൊമാൻറ്റിക് എന്റർടൈനറായിട്ട് ആൾക്കാരിലോട്ട് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹോപ്പ്. ഇത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ തോന്നിയോ? മീൻസ് ഇത് ഈ ഒരു കുറെ നാൾ അഭിനയൊക്കെ കണ്ടപ്പോൾ ഇല്ല, കല്യാണം കഴിക്കാതിരിക്കാൻ ഒന്നും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടി. കഴിക്കാതിരിക്കാനോ? അത് കഥ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ പറയുക ഈ സിനിമയുടെ നമ്മുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകൾക്കൊന്നും കിട്ടാത്തൊരു റെസ്പോൺസ് വീട്ടുകാരുടെ നിന്ന് അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര ഫൺ പരിപാടിയാണെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് തന്നെ ഉണ്ട്. അപ്പം അത് എനിക്കും ലൈക്ക് ഷീ സൈഡ് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് ഈ സിനിമയിൽ. അത് ഫാമിലി ആയിട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ്ജക്റ്റും ഫാമിലി ആയിട്ടുള്ള മൂവിയാണ്. ഐ മീൻ ഷിൻഡോ എന്ന കഥാപാത്രം, ഷിൻഡോന്റെ സഹോദരൻ റോണി, ഷിൻഡോന്റെ വൈഫ്, അതുപോലെ റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, അങ്ങനെ ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. സോ ആ രീതിയിൽ ഒരു നല്ലൊരു ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ലവ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഇമോഷൻസ്, സെലിബ്രേഷൻ ഓഫ് റിലേഷൻഷിപ്സ്, പലതരം റിലേഷൻഷിപ്സ് എല്ലാവർക്കും കണ്ട് രസിക്കാവുന്ന ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിരിക്കും സിനിമ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു വലിയ കാലയളവിന് ശേഷമാണ് ഒരു കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കഴിഞ്ഞൊരു 3 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്താൽ ഒരുപാട് സീരിയസ് പടങ്ങളിലൂടെയാണ് കുറച്ച് കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ജോണറിൽ വർക്ക് ചെയ്യാൻ. ആക്ച്വലി ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ഇന്ദ്രേട്ടനെ മിസ് ചെയ്തിട്ട് കുറച്ച് നാളെ അല്ലേ? ഇതില് ഷിൻഡോയെ കണക്ട് ചെയ്യുമ്പോൾ വേറൊരു കഥാപാത്രം കൂടെ ഉണ്ട്. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ അത് ട്രെയിലേഴ്സിൽ തൊട്ട് പോയിട്ടേ ഉള്ളൂ. പക്ഷെ അതൊരു മേജർ എലിമെന്റ് ആണ് സിനിമയിൽ. കുട്ടികളെ ഭയങ്കരമായിട്ട് രസിപ്പിക്കാൻ പോകുന്ന ഒരു മേജർ ചങ്ക് ഓഫ് പോർഷൻസ് ഈ സിനിമയിലുണ്ട്. കാരണം വസിഷ്ഠിന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും വസിഷ്ഠുമായിട്ടുള്ള ഒരു ഡൈനാമിക്സും ഒക്കെ ഭയങ്കര എക്സ്ട്രീം ഹ്യൂമറിലൂടെയാണ് പോകുന്നത്. അത് അതിന്റെ സർപ്രൈസ് കളയുന്നില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ February 16 നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഈ കുടുംബം എത്താണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷകളിലുമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 100 കോടി ക്ലബിൽ ഈ സിനിമയിൽ കയറട്ടെ. താങ്ക് യു. താങ്ക് യു.